കഴിഞ്ഞ നടിക്കുക അഫാൻ റൈസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അവൻ ദാരുണമായ 5 കൊലപാതകങ്ങളാണ് നടത്താൻ ശ്രമിച്ചത്. അതിൽ 4 പേര് മരണപ്പെടുകയും ഒരാളെ രക്ഷപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അഫാൻ വെഞ്ഞാറമൂട് സ്വദേശിയാണ്. അവൻ്റെ ഫാമിലിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ, അവൻ്റെ വീട്ടിൽ താമസിക്കുന്നത് അവൻ്റെ ഉമ്മ, അവൻ്റെ അനിയൻ, പിന്നെ അഫാൻ. അവൻ്റെ വാപ്പ അബ്ദുൾ റഹീം 12 വർഷങ്ങളായിട്ട് ഗൾഫിലാണ് ജോലി നടത്തുന്നത്. കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് നാട്ടിൽ വന്നിട്ടുമില്ല. പക്ഷെ ലാസ്റ്റ് 3 വർഷമായിട്ട് അഫാൻ്റെ പിതാവിൻ്റെ വിസ കാലാവധി കഴിയുകയും പിന്നെ ഒളിവിൽ അവിടെ ജോലി ചെയ്യുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് നാട്ടിൽ വരാനൊന്നും പറ്റത്തില്ല. അതല്ലെങ്കിൽ വരണമെങ്കിൽ ഇന്ത്യൻ എംബസി അതിൽ നേരിട്ട് ഇടപെടേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഇതാണ് അഫാൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ അഫാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നാട്ടിൽ 65 ലക്ഷം രൂപയുടെ കടങ്ങളാണ് ഉണ്ടായിരുന്നത്. 23 വയസ്സായ ഒരാൾക്ക് 65 ലക്ഷം രൂപയുടെ കടം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അല്ലേ? അതുമാത്രമല്ല, ഒരാളുടെ നിന്ന് പൈസ മേടിച്ചു, അത് കൊടുക്കാൻ വേണ്ടി മറ്റൊരാളുടെ നിന്ന്, അത് കൊടുക്കാൻ അടുത്തൊരാളുടെ, അങ്ങനെ മേടിച്ച് 65 ലക്ഷം രൂപയുടെ കടക്കാരനായി മാറിയിരിക്കുകയാണ് അഫാൻ ഇവിടെ. ഇതാണ് അഫാന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഈ ഒരു സംഭവം നടക്കുന്നത് തിങ്കളാഴ്ചയാണ്. എന്തിന് അഫാൻ കൊന്നു? തിങ്കളാഴ്ച ഞാൻ 1000 BB സിനിമ കണ്ട ആ ഒരു എഫക്റ്റ് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത് അറിഞ്ഞപ്പോൾ. കാരണം തിങ്കളാഴ്ച അഫാൻ പൈസ ചോദിക്കാൻ വേണ്ടി ഉമ്മയെടുത്ത് പോകുന്നു. ഉമ്മ പൈസ ഇല്ല എന്ന് പറയുന്നു. അവർ വാക്തർക്കങ്ങൾ ഉണ്ടാവുന്നു. അവൻ ഉമ്മയെ ചെവിരിൽ ചേർത്ത് ബാക്ക് തല ചെവിരിൽ കൊണ്ട് ചേർത്ത് അടിക്കുന്നു. എന്നിട്ട് അവൻ്റെ സ്വന്തം ഉമ്മയുടെ ഷോള് തന്നെ എടുത്ത് കഴുത്തിൽ വലിഞ്ഞവൻ മുറുകുന്നു. ബാക്കിൽ അവൻ ശക്തമായി അടിച്ച്. എന്നിട്ട് അഫാൻ അവൻ്റെ ഉമ്മയെ ഒരു റൂമിൽ പൂട്ടിയിടുന്നു. അവൻ വിചാരിക്കുന്നു രക്തം വാർന്നൊഴുകയല്ലേ, ഉമ്മ മരിച്ചിരിക്കാം എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം അവൻ നേരെ പോകുന്നത് ഒരു ജ്വല്ലറി ഷോപ്പിലാണ്. ജ്വല്ലറി ഷോപ്പിൽ പോയിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പൈസ കടം തരണം, വൈകിട്ട് ഞാൻ കുറച്ച് സ്വർണ്ണങ്ങളുമായി വരും, എന്നിട്ട് ആ സ്വർണം പണയത്തിൽ എടുത്തിട്ട് ബാക്കി പൈസ എനിക്ക് അപ്പോൾ തന്നാൽ മതി എന്ന് പറയുന്നു. ഇവൻ മേടിക്കുന്നത് ആയിരങ്ങളോ ലക്ഷങ്ങളോ ഒന്നുമല്ല, വെറും 200-300 രൂപ. ഒരു ചുറ്റിയിൽ മേടിക്കാൻ വേണ്ടി മാത്രം എത്ര രൂപയാകുന്നു അത്രയും മാത്രമാണ് അവൻ മേടിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര പോലും അവൻ്റെ കയ്യിൽ എടുക്കാൻ കാശില്ലാത്തൊരവസ്ഥയായിരുന്നു അവൻ അന്ന്. എന്നിട്ട് അവന് ചുറ്റിക മേടിക്കുന്നു, അവനൊരു ബാഗിലിടുന്നു, വണ്ടി എടുക്കുന്നു, പോകുന്നു. അവൻ നേരെ പോകുന്നത് ഇനി അവൻ്റെ ഉമ്മയുടെ വീട്ടിലാണ്. നാട്ടുകാരുടെ അന്വേഷിച്ചപ്പോൾ നാട്ടുകാർ പറയുന്നത് അവൻ്റെ ഉമ്മയ്ക്ക് അവനോട് ഭയങ്കര സ്നേഹമാണ്. കാരണം അവൻ്റെ ഉമ്മയ്ക്ക് 11 മക്കളാണ്. അതിൽ 11ാമത്തെ മോനാണ് അവൻ്റെ വാപ്പ. അപ്പം ഇളയ മോൻ്റെ മോനോടുള്ള ഒരു സ്നേഹം, പ്രത്യേക ഒരു സ്നേഹം അവൻ്റെ ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുമ്പം അവൻ്റെ അവൻ്റെ ഉമ്മയുടെ കൈ കിടന്ന മോതിരം വരെ അവന് പണയം വെക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഉമ്മ എടുത്ത് പോയി പൈസ ചോദിക്കുന്നു. ഉമ്മ പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, എൻ്റെ ആകെയുള്ള ഈ ഒരു മാല മാത്രമാണ്, അത് എൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി ഞാൻ വെച്ചേക്കുന്ന സമ്പത്താണ്, എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഒത്തിരി ചോദിക്കുന്നു. അവൻ്റെ ഉമ്മ കൊടുക്കുന്നില്ല. ഓൾറെഡി അവൻ പ്ലാൻഡ് തന്നെയായിരുന്നു. അവൻ എന്ത് ചെയ്തു, അവൻ്റെ ബാക്കിൽ നിന്ന് ചുറ്റിക എടുക്കുന്നു, പിറന്തല നോക്കി നല്ല അടി കൊടുക്കുന്നു. അങ്ങനെ അവൻ്റെ ഉമ്മയെ അടിച്ചിട്ട് അവൻ്റെ ഉമ്മ എവിടെ കിടന്നു? അടുക്കളയുടെ ഭാഗത്ത് അവൻ്റെ ഉമ്മ കിടക്കുകയാണ്. അവൻ്റെ ഉമ്മയ്ക്ക് 6 പെൺമക്കളുണ്ട്. ഈ 6 പെൺമക്കൾ മാറിയാണ് ഓരോ ദിവസം വന്ന് കിടക്കുന്നത്. അന്നത്തെ ദിവസം കിടക്കാൻ വേണ്ടി വന്നൊരു മകൾ ഈ ഒരു കാഴ്ച കാണുകയാണ്. പക്ഷെ കാണുമ്പോൾ എന്താണ്, അടുക്കളയിൽ തെന്നി വീണ് തലയിടിച്ച് വീണതായിരിക്കാം എന്നാണ് മകൾ സ്ഥിരീകരിച്ചത് ആദ്യം. പിന്നീട് ഈ ഒരു അഫാന്റെ കാര്യം വന്നപ്പോഴാണ് അഫാൻ പറഞ്ഞിട്ടാണ് അറിയുന്നത് അവൻ തന്നെയായിരുന്നു ഈ ഒരു ദാരുണാന്ത്യത്തിന് കാരണക്കാരനെന്ന്. പിന്നെ 14 കിലോമീറ്ററുകൾക്ക് ശേഷം അവന്റെ വാപ്പയുടെ സഹോദരന്റെ വീട്ടിൽ പോകുന്നു ലത്തീഫ്. അവരുടെ വീട്ടിൽ പോകുന്നു. അവന്റെ വാപ്പ ആ സോഫയിൽ ഇരിക്കുന്ന രീതി തന്നെയാണ് മരിച്ചിരിക്കുന്നത്. അപ്പം ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ബാക്കിൽ നിന്നിട്ട് അടിച്ചു കൊന്നതായിരിക്കാം. ഇതിനേക്കിടക്ക് ചുറ്റി കിട്ടിയതാണ് അതും ആ ഒരു കൊലയും നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ അടിച്ച സമയത്ത് ആ അടിയുടെ ശബ്ദം കേട്ട് എന്തെങ്കിലും ആയിരിക്കും. ലത്തീഫിന്റെ ഭാര്യ ഓടി വരികയുണ്ട്. അങ്ങനെ ഓടി വരുന്നത് കൊണ്ട് മാത്രം അവരെയും കൊല്ലുകയാണ് ചെയ്തത്. കാരണം മൊഴിയെടുപ്പ് സമയത്ത് അവൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലേണ്ട ഒരു പ്ലാനും ഇല്ലായിരുന്നു, അറിഞ്ഞു വന്ന് ബഹളം വെച്ചത് കൊണ്ട് മാത്രമാണ് അവരെയും കൊന്നിരിക്കുന്നത്. ഈ കൊലകളെല്ലാം കഴിഞ്ഞ് അവൻ വിളിക്കുന്നത് ഫർസാനെയാണ്, അവന്റെ സ്നേഹിത. അവളെ ആകെ ചെയ്ത കുറ്റം അവനെ സ്നേഹിച്ചത് മാത്രമായിരിക്കും. കാരണം അവര് വേറെ റിലേഷൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു, നല്ല പ്യുവർ ലവ് തന്നെയായിരുന്നു. കാരണം അവൻ്റെ കൂടെ ഒരു ജീവിതം സ്വപ്നം കണ്ടിരുന്ന അവളെ അവൻ വിളിച്ചു വരുത്തുന്നു. നമുക്ക് വീട്ടിൽ കാര്യങ്ങൾ പറയാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. വിളിച്ചു വരുത്തുന്നു. അവൾ വീട്ടിലോട്ട് വരുന്നു. വീട്ടിലോട്ട് വരുമ്പോൾ അവൾ ആദ്യം കണ്ട കാഴ്ച, വീട്ടിലോട്ട് വന്നപ്പോൾ അപ്പോഴും ആ വീട്ടില് ആ ഒരു മുറിയിൽ അവൻ്റെ ഉമ്മ ജീവനോടെ കിടപ്പുണ്ട്. പക്ഷെ അവൻ്റെ കാഴ്ചപ്പാടിൽ അവർ മരിച്ചിട്ടുണ്ട്. എന്നിട്ട് വന്നു
ഫർസാൻ അവിടെ ഇരുന്ന വഴിക്ക് ചായ എടുക്കാനോ കാപ്പി എടുക്കാനോ എന്തെങ്കിലും പറഞ്ഞ് പോയതായിരിക്കാം. കാരണം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ബാക്കിൽ അവളും ഫർസാനയും സോഫയിൽ ഇരുന്ന വഴിക്ക് അവളെ അടിച്ചു കിടക്കാണ് ഫീൽ ചെയ്തിരിക്കുന്നത്, ആ ഒരു ഇരുത്തം. പക്ഷെ അവൻ കൊന്ന അത്രയും പേരിലും ഏറ്റവും ബ്രൂട്ടലായിട്ട് കൊന്നേക്കുന്നത് ഫർസാൻ. കാരണം ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു, അവളുടെ മുഖം പോലും അറിയാത്ത രീതിയിൽ അത്രയും വികൃതമായിട്ടാണ് അവളെ കൊന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ടി ഷേപ്പിലൊരു മുറിവുണ്ട്. അതായത് നമ്മുടെ ചുറ്റികയുടെ അപ്പുറത്തെ സൈഡുണ്ട് ഈ ഒരു ഭാഗം, ആ ഒരു ഭാഗം വെച്ചാണ് അവിടെ ഇടിച്ചിരിക്കുന്നത്. അപ്പൊ ടി ഷേപ്പിലൊരു മുറിവ്, കണ്ണ്, മൂക്ക്, ഒന്നും തിരിച്ചറിയാത്ത രീതിയിൽ അത്രയും ബ്രൂട്ടലായിട്ടാണ് അവളെ കൊന്നിരിക്കുന്നത്. അതുപോലെ അന്നത്തെ ദിവസം അവൻ ഇത്രയും പേരെ കൊന്ന് നിർത്തിയിട്ടില്ല. അവൻ ഏറെ സ്നേഹിച്ചിരുന്ന അവന്റെ അനിയൻ എന്നാ നാട്ടുകാർ പറയുന്നത്, അവന്റെ അനിയനോട് അത്രയും ഇഷ്ടമായിരുന്നാണ്. ആ ഒരു അനിയനെ അവൻ എന്ത് ചെയ്തു, സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് അവൻ ഒരു ഹോട്ടൽ കയറ്റിയിട്ട് പറഞ്ഞു, നമുക്ക് ഇന്ന് മന്തി കഴിക്കാം, നീ മന്തി മേടിച്ചിട്ട് വരുമ്പോൾ ഒരു കടയിലോട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. കുറച്ച് പൈസയും കയ്യിൽ കൊടുക്കുന്നുണ്ടായി. മന്തി മേടിച്ചിട്ട് വരുന്ന ഒരു ഗ്യാപ്പ് അവൻ എന്തിനും മാറ്റി നിർത്തി. അതിപ്പോഴും അറിയാത്തൊരു കാര്യം, അത് അഫാൻ തന്നെയാണെന്ന് പറയുകയും വേണം. ചിലപ്പോൾ അവൾ മാറ്റി നിർത്തിയതിന് ശേഷമായിരിക്കാം ഫർസാനെ കൊല്ലുന്നത്, അറിയില്ല എന്താണ് സംഭവം. പക്ഷെ ഇതെല്ലാം നടക്കുന്നത് ആ ഒരൊറ്റ ദിവസം തന്നെയാണ്. മന്തി മേടിച്ചിട്ട് വന്നൊരു അനിയൻ വീട്ടിൽ വന്നപ്പോൾ അവനെയും ചുറ്റിക വെച്ച് അടിച്ചു കൊല്ലുകയാണ്. ഏറ്റവും സ്നേഹിച്ചിരുന്ന അനിയനെ അവൻ കൊന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ഐബോളുകൾ പോലും അകത്തോട്ട് പോകുന്ന രീതിയിലാണ് കൊന്നിരിക്കുന്നത്. ബാക്കിലോട്ട് ഒത്തിരി അടി അടിച്ചു. അപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിട്ട് ബോഡി എടുത്തോണ്ട് പോയപ്പോൾ കൈ ബാക്കിൽ വെക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് ഉള്ളിലോട്ട് കൈ ഇങ്ങനെ കയറി പോകുന്ന രീതിയിൽ അത്രയും ബ്രൂട്ടലായിട്ടാണ് അവിടെ അടിച്ചേക്കുന്നത്. അങ്ങനെ കൊന്നിട്ടുണ്ട്. അത്രയും പേര് അവൻ കൊന്നു. ഈ 3 കൊലപാതകങ്ങൾ ഒരു വീട്ടിൽ നടക്കുകയും ചെയ്തു. ആ വീട്ടിൽ ഇരുന്ന് അവന്റെ അനിയൻ കൊണ്ടുവന്ന മന്തി, ഒരു വാ പോലും അവന് അത്രയും ആശിച്ച് മേടിച്ചിട്ടൊന്നും അനിയന് ഒന്നും കൊടുത്തിട്ടില്ല. ഒരു മന്തി അവൻ കഴിച്ചു കഴിഞ്ഞ് അവൻ കുളിച്ച് വന്നിട്ട് അവന്റെ ഉമ്മയുടെ ഫോൺ എടുക്കുകയാണ്. അവൻ ഉമ്മയുടെ ഫോൺ എടുത്ത് അവൻ അതിൻ്റെ അകത്ത് സേവ് ചെയ്തിരുന്നൊരു ഓട്ടോ ഡ്രൈവർ നമ്പറുണ്ട്. ആ ഓട്ടോ ഡ്രൈവറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ബൈക്ക് ഇതേ കണക്ക് പഞ്ചറായി പോയി, എന്തോ പ്രശ്നം പറ്റി വർക്ക്ഷോപ്പ് വരെ കൊണ്ടുപോകണം എന്ന് പറയുന്നു. ഓട്ടോയിലിരിക്കുമ്പോൾ അവൻ പറയുന്നു, ഈ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ ഇറക്കി വിട്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അവന്റെ കയ്യിൽ അവർ ആ ഓട്ടോ ഡ്രൈവർ അങ്ങ് പോകുന്നു. എന്നിട്ട് അവന്റെ കയ്യിൽ ആ ഒരു താക്കോൽ ഇരിപ്പുണ്ടായിരുന്നു വണ്ടിയുടെ. അതും കറക്കി അവൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോലീസിനോട് പറയുന്നുണ്ട്, ഞാൻ 6 പേരെ കൊന്നു, അതിൽ 3 പേര് ഏതാണ്ട് കൺഫേം ഡെത്ത് ആണ്, ബാക്കിയുള്ളവർ ഇതിനോടകം ഞാൻ ഇവിടെ വന്നതിനകം മരിച്ചിട്ടുണ്ടാക്കാം എന്ന് പറയുന്നു. പിന്നെ അതിനിടയ്ക്ക് വിട്ടുപോയൊരു കാര്യം, അവന്റെ ബിരിയാണി കഴിച്ചപ്പോൾ കുറച്ച് എലിവിഷം കൂടെ ചേർത്തിട്ടാണ് അവൻ ആ മന്തി കഴിക്കുന്നത്. പക്ഷേ അതത്ര എഫക്റ്റുള്ള അല്ലെങ്കിൽ അത്രയും വിഷമുള്ളൊരു അത്രയും വിഷമുള്ളൊരു എലിവിഷമല്ലായിരുന്നു അത്രയും ഇതിനുള്ള. എന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ പോലീസ് വിചാരിച്ചു അവനൊരു ഭ്രാന്തനായിരിക്കാം, അങ്ങനെ വിചാരിച്ചു. ആദ്യം അവന്റെ ഫോൺ മേടിക്കുന്നു. കാരണം ഒരു പോലീസിന് ഞാൻ 6 കൊല ചെയ്തിട്ടുണ്ടെന്ന് ആരെങ്കിലും വന്ന് പറയും, ഇല്ല. ഫോൺ മേടിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് വിളിച്ചപ്പോൾ ഓട്ടോ ഡ്രൈവറിനെ വിളിക്കുന്നു. ഓട്ടോ ഡ്രൈവറിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നു, എന്താണ്, എവിടെയാണ്, ഇവനെ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നു. ഇങ്ങനെ അന്വേഷിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെയാണ് ഈ പോലീസുകാർ അവരുടെ മേൽത്തട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് അന്വേഷിച്ചിട്ട്, കാരണം ഈ 3 വീട്ടിൽ പോയിട്ട് 3 കൊലകൾ ചെയ്തെന്ന് പറഞ്ഞു. ഒന്ന് അവന്റെ സ്വന്തം വീട്, പിന്നെ അവന്റെ ഉമ്മയുടെ വീട്, പിന്നെ ലത്തീഫിന്റെ വീട്. ഈ 3 സ്ഥലങ്ങൾ 3 പോലീസ് സ്റ്റേഷനിൽ അതിർത്തിയിലിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. മേൽത്തട്ടിൽ അറിയിച്ചു. 3 സ്ഥലത്തും ആൾക്കാർ പോയി പോലീസ് കൺഫേം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു മരണം നടന്നു. പിന്നെ പോലീസിന് ചെയ്യാൻ പറ്റുന്ന ഓൾറെഡി അവൻ എലിവേഷൻ കഴിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവനെ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ കൊണ്ട് ഈ നമ്മൾ ട്രിപ്പ് ഇടുന്ന സമയത്ത് ഒരു ക്യാനിലിടാറുണ്ട്. ഈ ക്യാനിൽ പോലും ഇടാൻ സമ്മതിക്കത്തില്ല, അത് അത്ര വയലന്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അവൻ ഹാൻഡ് കഫൊക്കെ ഇട്ടാണ് അവനെ അവിടെ കിടത്തിയിരിക്കുന്നത്. അപ്പം അവർ അന്വേഷിക്കുന്ന സമയത്ത് ഉമ്മയ്ക്ക് ജീവനുണ്ടെന്ന് കണ്ടു. അങ്ങനെ ഉമ്മയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ്. ഉമ്മ ക്രിട്ടിക്കലിലായിരുന്നു. പക്ഷേ ഉമ്മയ്ക്ക് ബോധം വന്നപ്പോൾ ഉമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് ഞാൻ കട്ടിൽ നിന്ന് വീണു, അങ്ങനെ എനിക്ക് സംഭവിച്ചതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പോലും സ്വന്തം മകനെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല അമ്മ. അതുപോലെ എണീച്ചപ്പോ ഉമ്മ ആദ്യം ചോദിച്ചത് അവന്റെ അനിയൻ അഫാന്റെ അനിയൻ എവിടെ എന്നാണ് ചോദിച്ചത്. അവൻ ഓക്കെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഓൾറെഡി ക്രിട്ടിക്കൽ സ്ഥിതി, അവർ റിക്കവറായി വന്നാലും സത്യങ്ങൾ അറിയാൻ പറ്റൂ. അവരറിയുന്നില്ല ആ ഒരു വീട്ടിൽ ഇനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് അവർ മാത്രമാണ്, അവരും അവരുടെ ഭർത്താവും മാത്രമേ ആ വീട്ടിൽ ഇനി താമസിക്കാനുള്ളൂ എന്ന് അറിഞ്ഞു. പിന്നെ ഇന്ത്യൻ എംബസിക്കാർ നേരിട്ട് ഇടപെട്ട് അവന്റെ വാപ്പയെ ഇവിടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അഫാൻ ഇന്നിപ്പോ അഫാനെ ഡിസ്ചാർജ് ചെയ്യും. നാളെ പോലീസ് സ്റ്റേഷനിൽ അഫാൻ പോവുകയും ചെയ്യും. നാടിനെ നടുക്കിയ ഒരുപാട് കൊലപാതകങ്ങൾ ഒരു കൊലപാതകമായി മാറിയിരിക്കുന്നു. പക്ഷെ നമ്മൾ ഇപ്പോൾ
റീസെൻ്റ് ആയിട്ട് ഇതിനെ ഒരുപാട് ഓരോ ദിവസം നമ്മൾ എടുക്കുമ്പോൾ ഓരോ നമ്മളതിനെ സ്ട്രെയിൻസ് ആക്കുന്ന അത്രയും കാര്യങ്ങളാണ് കാണുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഈ ഒരു കൊലയ്ക്ക് കാരണമായത് സിന്തറ്റിക് ഡ്രഗ് പോലെയുള്ള കുറച്ച് ഡ്രഗ്സ് ആണ്. നിങ്ങൾ മദ്യപാനം നടത്തണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ മദ്യപാനവും പുകവലിയൊക്കെ വേണമെങ്കിൽ ആവാം. കാരണം അത് ഇത്രയും നമ്മളൊരു മൃഗമാക്കി മാറ്റത്തില്ല. പക്ഷെ സിന്തറ്റിക് ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങൾ നമ്മളെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും. ഫ്രണ്ടിൽ നിൽക്കണം നമ്മുടെ ഉമ്മയാണോ വാപ്പയാണോ അനിയത്തിയാണോ ഒന്നൊന്നും അറിയാതെയായിരിക്കും നമ്മൾ പെരുമാറുന്നത്. സ്വന്തം അമ്മയെ റേപ്പ് ചെയ്താൽ പോലും ഫീലിങ്സ് ഇല്ലാതെ രീതിയിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സ് MDMA കൊക്കൈൻ പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് നമ്മളെ വഴിതെറ്റിച്ച് വിടും. അമ്മയെ കൊല്ലുന്നു, അനിയത്തിയെ റേപ്പ് ചെയ്യുന്നു, ഇതൊക്കെ നോർമൽ ആക്കുന്ന രീതിയിലാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം. പറയാനുള്ളത്, മദ്യപാനം പുകവലി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അത് അതിൻ്റെതായ ദൂഷ്യഫലങ്ങളുണ്ട്. പക്ഷേ അത് ഒരു ലിമിറ്റിൽ ഉപയോഗിച്ചാൽ പോലും അത് ഇത്രയും സ്ട്രെയിൻ സ്വഭാവം കാണിക്കത്തില്ല. സിന്തറ്റിക് ഡ്രഗ്സ് നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം വൺസ് അതിൻ്റെ വലയിൽ പെട്ടുപോയാൽ പിന്നെ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പം നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നാളെ വേറെ വേറെ കാര്യങ്ങളായിട്ട് അറിയപ്പെടാം. കാരണം ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ എനിക്ക് കിട്ടി ഇപ്പോൾ ഇന്ന് വരെ വാർത്തയിൽ വന്ന അറിവുകൾ വെച്ചാണ് ഞാൻ ഇന്നിപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. നാളെ അഫാനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കും. അപ്പോൾ അഫാൻ പറയും. അപ്പോൾ വീണ്ടും കഥകൾ മാറാം. ഇതാണ് അഫാൻ്റെ ഒരു കേസ് ഹിസ്റ്ററി. ഇത് അഫാൻ എന്നൊരു വാള് വെഞ്ഞാറമൂടിൽ അഫാൻ്റെ കൊലപാതക കേസ് എന്താണ് എന്നുള്ളൊരു ബ്രീഫ് ആയിട്ടൊരു സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്.